എനിക്കറിയായിരുന്നു അർജന്റീനൻ ജേഴ്സി തന്നെ റഹീമിനെ കാണാൻ പറ്റുമെന്ന്. ശാന്തേട്ടനും അതെ, ശാന്തേട്ടനും ഓഫ് കോഴ്സ് അർജന്റീനൻ ജേഴ്സി തന്നെ ഉണ്ട്. രണ്ടുപേരും ഇവിടെ ഇപ്പം 3 അർജന്റീനക്കാരാണ്. ഞാൻ പ്രതീക്ഷിച്ചതാണ്. എന്താ ഒന്നുകൂടെ പറഞ്ഞാൽ കേട്ടില്ല. ഞാൻ സേതുവിനെ പ്രതീക്ഷിച്ചത് ഫ്രാൻസിന്റെ ജേഴ്സിയിലാണ്. തോറ്റെങ്കിലും അത് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ സ്പെയിനിലേക്ക് ഒരു ഇതുമില്ലാതെ മാറി. ഫൈനലിന്റെ ശവത്തി കുത്തല്ലേ. ഇന്ന് 2 പേരല്ലേ ഉള്ളൂ, സ്പെയിനും അർജന്റീന. അതുകൊണ്ട് ഞാൻ അങ്ങ് സ്പെയിന്റെ കുപ്പായ ഇട്ടുന്നേ ഉള്ളൂ. മനസ്സും ശരീരമൊക്കെ എപ്പോഴും ഫ്രാൻസിനൊപ്പം. എന്നാലും ഒപ്പം നിന്നിരുന്ന ടീമിനെ കൈവിട്ട് കളഞ്ഞത് ശരിയായില്ല. ഇവിടെ ഭയങ്കര ആവേശമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടാണ്. എനിക്ക് പിന്നിലായി കാണാം. ഇപ്പം ഇവിടെ കൂടുതലും ഞങ്ങളുടെ ആൾക്കാരാണ്. കാരണം ഇവിടെ അർജന്റീനക്കാരാണ് കൂടുതലായിട്ടുള്ളത്. വലിയ ആവേശം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആവേശം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താ ഇത്തവണ കളി ആര് തൂക്കും. മെസ്സി തൂക്കും. എങ്ങനെയാ ഇവിടത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പരിപാടി? എങ്ങനെയാണ് അർജന്റീന ഇതല്ലാണ് നല്ല രീതിയിൽ പോകുന്നത്. കൂടുതലും അർജന്റീനക്കാരാണ്. അർജന്റീനക്കാരല്ല, ജർമ്മനി കണ്ടു കിട്ടാത്ത ആളാണ്. ജർമ്മനി ഇവിടെ ഉണ്ട്. എന്താണ് നിങ്ങൾ? അല്ല, ഇവിടെ അർജന്റീനക്കാർ മാത്രമല്ല, ഇവിടെ എല്ലാ ടീംസിന്റെ ആൾക്കാരുണ്ട്. പക്ഷേ അർജന്റീനക്കാർ ഈ പ്രാവശ്യം കളിച്ചത്, മെസ്സിയും കളിച്ചത് എക്കെയിലും എല്ലാം നമ്മുടെ ലോകോത്തരത്തിൽ നമ്മൾ നോക്കിയാൽ തന്നെ എക്കെയിലും ധർമ്മം കാര്യങ്ങളാണ് ചെയ്തത്. നമുക്കൊരു വാറ് പോലും നമുക്ക് തന്നില്ല. അതായത് എന്നും ഉന്നയിക്കുന്ന ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതേപോലെ നിലനിൽക്കുന്നതാണ്. മെസ്സി ഒരു ഫൗൾ ചെയ്താൽ പോലും സ്വാഭാവികമായും അർജന്റീനക്കെതിരെ ഉന്നയിക്കുന്ന എല്ലാവിധ ആരോപണങ്ങളും ഉണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് അല്ലേ? അല്ല, യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കാലങ്ങളായിട്ട് ഈ നിലമ്പഞ്ഞി മുകൾ എന്ന ഈ ഗ്രാമത്തിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട്, എനിക്ക് 46 വയസ്സായി, ഏകദേശം 94 അവിടെ മുതൽ ഇങ്ങോട്ട് തന്നെയാണ്. 94 തൊട്ട് ഞങ്ങൾ ഈ കൂട്ടായ്മ എന്നും കൂടെ നിന്നൊരു നാടാണ്. ഫുട്ബോൾ ഇവിടെ ഫാൻ മേഡല്ല, ഫുട്ബോൾ മേഡാ. ഫുട്ബോളാണ് ഇവിടുത്തെ ആളുകളെ മുന്നോട്ട് നയിക്കുന്നത്. ഫുട്ബോളാണ് ഞങ്ങൾ നയിക്കുന്നത്. കൂടുതൽ അർജന്റീനക്കാരാണ്. അർജന്റീന ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, ബ്രസീൽ ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്, നെതർലൻഡ്, ജപ്പാനുണ്ട്, എല്ലാ ടീമുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മയുടെ ബലമാണ്. അതാണ്. അതായത് ഇവിടുത്തെ ഒരു കൂട്ടായ്മയാണ് ഇത്തരത്തിൽ ഈ ഒരു